നമസ്കാരം. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ CCTV ദൃശ്യം അത് പുറത്തു വന്ന് വാർത്തകളിലൂടെ ഞാൻ അറിയാനിടയായി. നിങ്ങളിൽ പലരും അത് അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു സ്ത്രീ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുകയാണ്. കയ്യിലൊരു കുടയും പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് ഒരു പയ്യൻ വന്ന് ആ സ്ത്രീയുടെ വസ്ത്രം പുറകിൽ നിന്ന് ഉയർത്തി നോക്കിയിട്ട് ഓടുകയാണ്. പെട്ടെന്ന് ഈ സ്ത്രീ തിരിഞ്ഞു നോക്കി, അപ്പോൾ ഇവൻ ഓടുന്നു. ഇവൻ പോകുന്ന ദിശയിലേക്ക് പിന്നെ സ്ത്രീ നടക്കുന്നതായിട്ടാണ് CCTV ദൃശ്യങ്ങൾ. ഇത് ഹൈദരാബാദിൽ നടന്ന സംഭവമാണ്, കേരളത്തിൽ നടന്നതല്ലല്ലോ എന്ന് സമാധാനപ്പെടാൻ വരട്ടെ. അവിടെ നടക്കുന്ന സംഭവം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടും. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ലോകത്തെങ്ങും ഇല്ലാത്തതാണ്, അതും നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ പറ്റിയാണ്. കൗമാരപ്രായക്കാരനായിട്ടുള്ള ഒരു പയ്യനാണ് ഇത് ചെയ്തതെന്നാണ് വാർത്തകൾ വരുന്നത്. അവനെ കണ്ടിടത്തോളം അവന് മാനസിക പ്രശ്നങ്ങൾ, സർട്ടിഫൈഡ് മാനസിക പ്രശ്നങ്ങളൊന്നും ഉള്ള ആളാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ വസ്ത്രം ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പോകില്ല, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം എന്നുള്ള ചിന്തയൊന്നും അപ്പോൾ മനസ്സിലുണ്ടാകില്ല. അവൻ ഒരു പ്രശ്നവുമില്ല, ഒരു മാനസിക പ്രശ്നങ്ങളുമില്ല. മാനസിക പ്രശ്നമില്ല എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഒരു ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു മാനസിക പ്രശ്നം അവനില്ല. പക്ഷേ അവനിൽ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ട് താനും. നമ്മുടെ എല്ലാം കുട്ടികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ കണ്ടത്. ഞാൻ ഇതുപോലെയുള്ള സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ കുട്ടികളുടെ ഇതുപോലെയുള്ള കാര്യങ്ങളും പ്രവണതകളും സ്വഭാവങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന ഒരുപാട് ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി വായിച്ചിട്ടുമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ വലിയ തരത്തിലുള്ള കൗതുകങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ നിസ്സാരമാക്കി കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മാതാപിതാക്കൾ അതിനെ മറ്റാരോടും പറയാതെ ഒതുക്കി വെക്കുന്ന ശീലവുമുണ്ട്. അതും പാടില്ല. ഡോക്ടറെ കാണിക്കേണ്ടതാണെങ്കിൽ ഡോക്ടറെ തന്നെ കാണിക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉപദേശിച്ച് ശരിയാക്കേണ്ട ഘട്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഈ കൗതുകമുണർത്തുന്നതിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് എന്ന് പറയാതിരിക്കാനും നിവൃത്തിയില്ല. കാരണം ഫോണിൻ്റെ ഈ സ്ക്രീനിലൂടെ കുട്ടികൾ കാണുന്നത് അത്രയും ഈ ഉടുതുണി ഇല്ലാതെ നിൽക്കുന്നതും, അല്ലെങ്കിൽ ഉടുതുണി അഴിച്ചു കാണിക്കുന്ന ലൈവുകളും, ഈ കുട്ടികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൗതുകമുണർത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നുണ്ട്. ഈ നമ്മുടെ രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽ അത് പെട്ട് ഉടൻ തന്നെ അതൊക്കെ പിൻവലിക്കണം, അതൊക്കെ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ റിമൂവ് ചെയ്യേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. വളരെ നല്ല കാര്യം. എങ്കിൽ തന്നെ അക്കൗണ്ടുകൾ റിമൂവ് ആകും തോറും ഇവർ പുതിയ പുതിയ അക്കൗണ്ടുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനും കൂടി ഒരു അറുതി വരുത്തണം. കാരണം ഇവരിങ്ങനെ തുറന്ന് കാണിച്ചത് ഈ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ട് അത് നേരിട്ട് കാണാനുള്ള ഒരു കൗതുകം കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്, കൗമാരപ്രായക്കാരിൽ ഉണ്ടാകുന്നുണ്ട്. അത് പെൺകുട്ടികളിലാണെങ്കിലും ശരി, ആൺകുട്ടികളിലാണെങ്കിലും. ഈ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്, ആണുങ്ങളൊരു സംഭവം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ വേറെ തരത്തിലുള്ള അശ്ലീല ചുവയുള്ള ആംഗ്യങ്ങൾ കാണിക്കുക, കുക്കിങ്ങിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള അംഗചലനങ്ങളിൽ ഈ ലൈംഗികതയോട് സമാനമായിട്ടുള്ള ചില ചേഷ്ടകളൊക്കെ കാണിക്കുക. അതെങ്ങനെ വിശദീകരിക്കണമെന്നൊന്നും എനിക്കറിയില്ല, അത് കാണിക്കാനും നിർവാഹമില്ല. അങ്ങനെ പലതരത്തിലെ ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്, മുതലെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൗമാരപ്രായക്കാരെ. അവരുടെ മനസ്സ് ഈ ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ഒരു ഒഴിഞ്ഞ സ്ലേറ്റാണ്. അതിലെന്തും നമുക്ക് എഴുതാൻ പറ്റും. ആ പാകത്തിന് നിൽക്കുന്ന ഒരു മൈൻഡാണ്. അവർക്കെല്ലാം അറിയാനൊരു കൗതുകമുണ്ട്, എന്തും പരീക്ഷിക്കാനൊരു കൗതുകമുണ്ട്. ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളെ പരമാവധി മുതലെടുക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. അതിനൊരു കാരണവശാലും രക്ഷകർത്താക്കളും അധ്യാപകരും ഒന്നും സമ്മതിച്ചുകൂടാ. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ നാണം കെട്ട ഒരു സംഭവമാണ്. ആ ഒരു നാണക്കേടിലേക്ക് നയിക്കുന്നത് പരമാവധി നമ്മുടെ സമൂഹം തന്നെയാണ്. പണ്ടൊക്കെ ഇങ്ങനെയുള്ള ആളുകളില്ലേ എന്ന് ചോദിച്ചേക്കാം. പണ്ടൊക്കെ ഈ കുളിക്കടവിലൊക്കെ എത്തി നോക്കുന്ന തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കൗതുകം അതിൽ നിന്നും അവർക്ക് അവിടെ ഒരു ഭയവും ഉണ്ടായിരുന്നു. അതിനപ്പുറം ഒന്നും അവർ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നേരിട്ടുള്ള അറ്റാക്കുകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ കൗമാരപ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതെന്താണെന്നൊന്ന് അറിയണം, അതിൻ്റെ രസം എന്താണെന്നൊന്ന് അറിയണം, അതിൻ്റെ സുഖം എന്താണെന്ന് അറിയണം, അതിൻ്റെ നോവ് എന്താണെന്ന് അറിയണം, അതിൻ്റെ വേദന അറിയണം എന്നറിയണം. പരീക്ഷിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് അവർ നടക്കുമ്പോൾ അവർക്ക് മുന്നിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവർ പരീക്ഷിക്കുക തന്നെ ചെയ്യും.
വളരെ ചെറിയ കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള കൗതുകങ്ങൾ കാണിക്കുന്നതായിട്ട് സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ പറയുന്നുണ്ട്. 7ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ വരെ അവർ സ്വന്തം സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ പിടിക്കുകയും തിരുമുകയും ഒക്കെ ചെയ്യും. അവർക്ക് അതിൽ നിന്നെന്തോ ഒരു സുഖം കിട്ടുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ അമ്മയുടെ തുണിക്കിടയിലേക്ക് കൈ കൊണ്ടുപോകുക, അമ്മയുടെ മാറിടങ്ങളിൽ പിടിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ വേറൊരു തരത്തിൽ, അതൊക്കെ ഒരു സൈക്യാട്രിസ്റ്റിന് സൈക്കോളജിസ്റ്റിനൊക്കെ കൂടുതൽ മനസ്സിലാകും. അവർ പറഞ്ഞ കാര്യങ്ങളാണിത് പറയുന്നത്, ഇതൊന്നും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ കുട്ടികളിലും ഇങ്ങനെ ഒരു ത്വരയൊക്കെ കാണാറുണ്ട്. ഇത് വളർന്നു വരും തോറും വളരെ അപകടകരമാണ്. അത് മുളയിലേ നുള്ളുക എന്നുള്ളത് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? മാതാപിതാക്കൾക്ക് കുട്ടികളെ ഒരു പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കൊപ്പം കിടത്താതെ സെപ്പറേറ്റ് കിടത്താൻ ശ്രദ്ധിക്കുക. അവർ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരുറങ്ങിയിട്ടുണ്ടാവും. ഇതൊന്നുമല്ല. കുട്ടികളുടെ ഒരു നിരീക്ഷണ പാഠവുമുണ്ടല്ലോ, അതൊരു ഭയങ്കരമാണ്. നമ്മളെപ്പോലൊന്നും അല്ല. അവർ ചിലപ്പോൾ അഭിനയിച്ച് കിടന്നെന്ന് വരും, ഉറങ്ങിയെന്ന് നടിച്ചെന്ന് വരും. ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ കൊച്ചു കുട്ടിയല്ലേ എന്ന് വിചാരിക്കും. നമുക്ക് നമ്മുടെ കുട്ടി എന്നും കുട്ടിയാണ്. പക്ഷേ കുട്ടിയിൽ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൗതുകങ്ങൾ ഉണർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് അതിനനുസരിച്ച് പെരുമാറേണ്ട ഒരു ബാധ്യത, ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. കുട്ടികളുമായിട്ട് ഒന്നിച്ച് സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ തന്നെയാണെങ്കിലും കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് പല പ്രായത്തിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണോ, അല്ലാതെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അഡൽറ്റുകൾക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിലുള്ള അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ടോ എന്നൊക്കെ മുൻകൂട്ടി പരിശോധിച്ച് ചോദിച്ചറിഞ്ഞതിന് ശേഷമൊക്കെ മാത്രം സിനിമ കാണാൻ പോവുക. വീട്ടിലാണെങ്കിലും ഒന്നിച്ചിരുന്നൊരു സിനിമ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ആ സിനിമയിൽ കുട്ടികൾ കാണേണ്ടതല്ലാതായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത്തരം സീനുകൾ ഒഴിവാക്കുക, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കാരണം അവരിത് അറിയേണ്ടതല്ലേ, കാണേണ്ടതല്ലേ എന്നൊക്കെ പുരോഗമനം പറഞ്ഞാൽ അവരിപ്പോൾ അത് കാണേണ്ടതല്ല, അറിയേണ്ടതല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരെ ഫാസ്റ്റാണ്, ലേണിങ്ങും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. കുട്ടികൾക്ക് എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് സംശയമാണ്. ചില സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ തന്നെ കൊണ്ട് നമ്മളങ്ങ് അയ്യോ വയ്യാതാകും. ഒരു സംശയം ചോദിച്ച് അതിനെ തുടർന്ന് അടുത്ത സംശയം, നമ്മുടെ ഒന്നും ചിന്തയിൽ ഉദിക്കാത്ത പോലും കാര്യങ്ങളാണ് കുട്ടികൾ ചോദിക്കുന്നത്. പണ്ടൊക്കെ അമ്മയെ ഞാൻ എങ്ങനെയുണ്ടായെന്ന് ചോദിക്കുമ്പോൾ നിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഒഴുകി വന്ന് കിട്ടിയതാന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊന്ന് ചിണുങ്ങിയിട്ട് ആ ഉത്തരത്തിൽ സംതൃപ്തരായി പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവരെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞ് നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ വേണ്ടിവരും കുട്ടികളെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെയുള്ള രീതികൾ അവലംബിക്കേണ്ടതുണ്ട്. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. പിന്നെ തുണി അഴിച്ചുള്ള ലൈവുകളും വീഡിയോകളും ഒക്കെ ചെയ്ത് കൗമാരപ്രായക്കാരെ പോലും മുതലെടുക്കുന്ന സ്ത്രീകളൊന്ന് അറിയാൻ, നിങ്ങളുടെ കുട്ടികൾ പോലും ചിലപ്പോൾ നിങ്ങളറിയാതെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നിങ്ങളുടെ നഗ്നത കാണുന്നുണ്ടാകും, ആസ്വദിക്കുന്നുണ്ടാകും. എത്ര അധപ്പതിച്ച ഒരു ജീവിതമാണതെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നമ്മുടെ നിയമം എന്തൊക്കെ പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിലാക്കിയാലും, നിയമം അത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും അതിനു മുമ്പായിട്ട് നമ്മുടെ മനസാക്ഷിയാണ് നമ്മളോട് പറയാനുള്ളത്. അത് ചെയ്യരുത്, ചെയ്തുകൂടാ, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് അല്ല ഞാൻ കൊടുക്കുന്നതെന്ന് അവനവനാണ് ആദ്യം ചിന്തിക്കാനുള്ളത്. നമ്മൾ നന്നാകുമ്പോൾ സമൂഹം നന്നാകും എന്നൊരു ചിന്ത നമുക്ക് വേണം. മറ്റുള്ളവർ എങ്ങനെ നമ്മളോട് ഇടപെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ അങ്ങോട്ടും ഇടപെടാൻ പറയില്ലേ? അതുപോലെ തന്നെ സമൂഹം എങ്ങനെയായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ ആദ്യം നമ്മളായി തീരുക. നമ്മളെപ്പോലെ കുറേ പേര് അടങ്ങുന്നതാണ് സമൂഹം എന്ന ബോധം ഉണ്ടാവണം. ഏതായാലും ഇത്തരം ദാരുണമായ കാഴ്ചകൾ, ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത തരം കാഴ്ചകൾ ഇനി കാണാതിരിക്കാൻ സാധിക്കട്ടെ. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റുന്നതെന്ന് നമ്മൾക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഈ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ എത്ര പേര് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര പേര് ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒന്നും കാലത്ത് ഞാനിതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. ഇങ്ങനെ ഒരു സ്ത്രീ അതൊരു കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുന്നു, പുറകെ ചെന്നൊരു കൗമാരക്കാരൻ അവരുടെ തുണി പൊക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത, കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണ്. അതൊക്കെ നടക്കാൻ തുടങ്ങിയിരിക്കും സമൂഹത്തിൽ. അവിടെയല്ലേ നടന്നത്, നമ്മുടെ ഇവിടെ അല്ലല്ലോ എന്നൊന്നും ചിന്തിച്ച് ആരും ആശ്വസിക്കേണ്ട. ഇവിടെ നമുക്ക് പറയാവുന്നതിലും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും അറിയാതെ പോകുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതാപിതാക്കളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് എൻ്റെ അറിവിൽ ഒതുങ്ങുന്ന സമയത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഈ വീഡിയോയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.